ചേട്ടാ എന്താ ഈ ചിക്കനൊക്കെ ആണല്ലോ വീട്ടിലെ സിറ്റുവേഷൻ ഒക്കെ മാറി എല്ലാരും ഉഷാറായ ചിക്കൻ മേടിക്കുന്നതിലൊക്കെ എന്ത് ഉഷാറാണ്. അല്ല അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? അച്ഛന് ഭേദം. ആ ഞാൻ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങണമെന്ന് വെച്ചിരിക്കായിരുന്നു. ഇറങ്ങണം, ഇറങ്ങാറുമ്പോ ഞാൻ അറിയിക്കാം. ഓടിച്ചാടി കിടന്ന മനുഷ്യനല്ലേ ആള്, സൈഡായതുകൊണ്ട് ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളാ ഡോക്ടർ ഒന്ന് മാറ്റി പിടിക്കുന്നത്. എടാ ഞാനൊന്ന് പറഞ്ഞില്ലടാ ആ ആശുപത്രിയുടെ പേരെന്തായിരുന്നു? ഏത് പ്രാർത്ഥന മേടിച്ചിട്ടാ? ആ പ്രാർത്ഥന മേടിച്ചിട്ട് ഓർമ്മയുണ്ടല്ലേ? അതൊന്ന് നോക്ക് നിങ്ങള്, അതല്ലേ നല്ലത്. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. വിളിക്കണേ. ആ നിങ്ങളെ ശശിയേട്ടൊന്ന് വിളിച്ചേ. അയാളെ ചിക്കനൊക്കെ മേടിച്ച് വീട്ടിൽ പോയിട്ടുണ്ട്. ചിക്കൻ മേടിച്ചിന് എന്താണ്? എന്താന്നാ അയാളെ പറഞ്ഞ അയാളുടെ വീട്ടിലത്തെ അവസ്ഥയാണ് പ്രശ്നമാണെന്നൊക്കെ എനിക്ക് ഉറപ്പാണ്. മധുട്ടാ അയാളുടെ കുടുംബം ചേർന്ന് എന്തോ ഉടായിപ്പൊപ്പിക്കുന്നുണ്ട്. എന്റെ പൊന്നു സുഭാഷേ, നിന്റെ ഈ തൊഴുത്തുകുത്ത് സ്വഭാവം കൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണം. ഇവൻ പറഞ്ഞ പോലെ വീട്ടിലെന്തെങ്കിലും നടത്തണോ എനിക്ക് അറിയില്ല. നടത്തുന്നുണ്ട്, അത് കൈയോടെ പൊക്കിയിട്ട് നിങ്ങളത് പറയാന്ന് വെച്ചിരിക്കായിരുന്നു. അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്നെ തൊഴുത്തി കുത്തിയാക്കുമല്ലോ. ആ ചിലപ്പാക്കും. ആ ഇല്ല ഇനി പ്രശ്നമില്ല. നിങ്ങൾ എന്റെ ഒപ്പം നിൽക്കാമെങ്കിൽ നമ്മൾ ഇപ്പൊ പൊളിച്ചു. മധുവേട്ട ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞു എന്റെ വീട്ടിലെ സാഹചര്യം നല്ലല്ല, അവിടെ ഇപ്പൊ പൂജ നടത്താൻ പറ്റില്ല എന്ന്. സാഹചര്യം കുഴപ്പമുള്ള വീട്ടിലല്ലേ പൂജ നടത്തേണ്ടത്? ഇവൻ ഓരോന്നും പറയുന്ന കേട്ടാണ് നിങ്ങൾ എന്റെ നേരെ കുതിര കയറുന്നതെന്ന് എനിക്കറിയാം. ഇവനിതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെ തോന്നുമായിരുന്നു. ഒരു സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് അവസാനം നിങ്ങൾ കൂട്ടാതെ അത് മര്യാദയായി തോന്നുന്നുണ്ടോ? എടാ നിന്നോ ഇയാളുടെ അച്ഛൻ ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയതിനു ശേഷം ഒരു മനുഷ്യനെ വീട്ടിലോട് അടുപ്പിച്ചിട്ടില്ല. അതെന്താന്ന് നോക്കി. എടാ എന്റെ വീട്ടിൽ അങ്ങനെ പലതും നടക്കുന്നുണ്ടായിരിക്കും. അത് നിന്നോട് ഇവിടെയുള്ള ആൾക്കാരോട് പറയേണ്ട കാര്യം എനിക്കില്ല, മനസ്സിലായോ? എടാ നീ വെറുതെ അവന്റെ മെക്കിട്ട് കയറാതെ ഞങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് നീ കാശുണ്ടാക്കാനല്ലേ നിങ്ങൾക്ക് തുടങ്ങി വെച്ചത്. പൈസ മാത്രമല്ല ഈ പൂജ നിങ്ങളുടെ ഐഡിയ ആണ് എന്ന് വെച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഓരോരുത്തർ വീട്ടിൽ ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ തന്നെ പൊങ്ങുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഇതുപോലെ റിവേഴ്സ് ചെയ്യുന്ന സാധനം വല്ലതാണോ എന്ന്. എന്തോന്ന് റിവേഴ്സ്? പിന്നെ നീ മാത്രം എന്തിനാ ഇതിന്ന് മാറിക്കണത്? അങ്ങനെ സെക്രട്ടറിക്ക് അടുപ്പിലാവുന്ന ഏർപ്പാട് ഇവിടെ നടക്കില്ല. എന്താണ് ഈ കാണിക്കണത്? നാശം പിടിക്കാനായിട്ട് ഞാൻ എന്റെ സാധനം ഒഴിച്ചേക്കാം. എന്നെ വഴിക്ക് വിട്ടേ. കണ്ട അപ്പോഴവൻ അവന്റെ വീട്ടിലോടത്തിന് കരുതില്ല. നീ എന്റെ തേങ്ങയുടെ അവിടെ പുഴുങ്ങി വെച്ചേക്കണേ. അതോട്ടാ ഇനി ഞാൻ ഇവിടെ ശരിയാവില്ല. ഈ കമ്മിറ്റി ആയിട്ടുള്ള ഒരിടപാടും ഇനി എനിക്കില്ല. ഇനി ഈ കാര്യം പറഞ്ഞ് എന്റെ പടി ആരെങ്കിലും ചവിട്ടി ആ ചവിട്ടി അവന്റെ മുട്ടാലെ തല്ലോടി.